ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇസ് മീ അൻവർ ഷാ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് പുതിയൊരു ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പ്രിയമുള്ളവരെ, ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ടോപ്പിക്ക് മറ്റൊന്നുമില്ല. കുറച്ച് ദിവസം മുമ്പ് നമ്മൾ കണ്ടൊരു വിഷയമായിരുന്നു ഹരീഷ് കണാരനും അതോടൊപ്പം തന്നെ ബാദുഷയും തമ്മിലുള്ള ഇഷ്യൂ. ആദ്യം ഈ ഹരീഷ് വന്ന് ഒരു ചാനലിന് ബൈറ്റ് കൊടുക്കുന്നു, തനിക്ക് 20 ലക്ഷം രൂപ തരാനുണ്ട് എന്ന് പറഞ്ഞ്. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ബാദുഷ വന്ന് അതിന് മറുപടി പറയുന്നു. ഇപ്പോൾ ആ ചർച്ച വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഇതിനിടയ്ക്ക് നമ്മൾ കേട്ടൊരു പേരാണ് ധർമ്മജൻ്റെ പേര്. അതായത് ഇവർ രണ്ടുപേരുടെയും സുഹൃത്തായ ധർമ്മജൻ ഇവരെ രണ്ടുപേരെയും ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് വേണ്ടി തൻ്റെ വീട്ടിലേക്ക് വിളിച്ച് അങ്ങനെയെല്ലാം സംസാരിച്ച് ഒത്തീർപ്പാക്കി വെച്ചിരുന്ന വിഷയമാണ്. പിറ്റേന്ന് ഇതെല്ലാം പറഞ്ഞ് സെറ്റാക്കിയതിന് ശേഷം പിറ്റേന്ന് ഹരീഷ് കണാരൻ ആരോടും പറയാതെ പോയി മീഡിയയ്ക്ക് മുമ്പിൽ ഈ വിഷയം എടുത്ത് ഇടുകയായിരുന്നു എന്നാണ് ആര് പറയുന്നത്, ഈ ധർമ്മജൻ ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഹരീഷ് നേരത്തെ പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്നത് നമുക്ക് എനിക്ക് മാത്രമല്ല ധർമ്മജനും കാശ് കൊടുക്കാനുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ പുള്ളി ഇപ്പോൾ തുറന്നു പറഞ്ഞപ്പോൾ എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, അതിനകത്ത് മറ്റാരും ഇടപെടേണ്ട എന്നൊക്കെയുള്ള രീതി സംസാരിച്ചപ്പോൾ ഉണ്ട്. അതുമല്ല ഈ ഹരീഷോട്ടുള്ള എല്ലാ കമ്പനികളും വിടുകയാണ് എന്നുള്ള തരത്തിലൊക്കെയാണ് പുള്ളിയുടെ സംസാരം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ശാന്തിയുള്ള ദിനേശായിട്ട് ഒരു വീഡിയോ ചെയ്തത് ഞാൻ കണ്ടു. അപ്പം ആ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടു. അന്നേരം നിങ്ങളോട്ട് അത് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇന്ന് ആ വീഡിയോ ആണ് കാണാൻ പോകുന്നത്. അതിനായിട്ട് മുമ്പായിട്ട് എല്ലാവരും നമ്മൾ ആദ്യമായി കാണുന്നവരെല്ലാം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഹൈപ്പും ഒക്കെ നൽകി മാക്സിമം സപ്പോർട്ട് തരിക, കൂടെ നിൽക്കുക. നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് കടക്കാം. ചാനലിന് ഇദ്ദേഹം ഒരു ബൈറ്റ് കൊടുത്തു. ശ്രീകൃഷ്ണനെ പോലെ മീശയൊക്കെ എടുത്ത് നീല ഉടുപ്പൊക്കെ ഇട്ട് കാർ വർണ്ണനായി നിന്ന് ഒരു ബൈറ്റ് കൊടുത്തു. മുൻഷിയിൽ ആരോ ചാടി വന്നതാണെന്നേ തോന്നുന്നു. അത് കണ്ടാൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കണ്ണടയൊക്കെ വെച്ച് ഒരു പ്രത്യേക രീതിയിൽ നിൽക്കുന്നത് ധർമ്മജൻ. നല്ല നീല ഉടുപ്പാണ് ഇട്ടിരിക്കുന്നത്. മീശയൊക്കെ എടുത്ത് ചുവന്ന കുറിയൊക്കെ അടിച്ച് ഒരു കണ്ണടയും ഫിറ്റ് ചെയ്ത് ധർമ്മജൻ തൻ്റെ രോഷം തീർക്കുന്ന ഒരു ബൈറ്റാണ്. കേട്ടു തുടങ്ങിയപ്പോഴേ അറിയാം ഹരീഷ് കണാരനോടുള്ള ധാർമ്മിക രോഷം തീർക്കുന്നതാണ് വിഷയം. സോഷ്യൽ മീഡിയയിലൂടെ അല്ല കടം മേടിച്ച പൈസ ചോദിക്കേണ്ടതെന്നും പറഞ്ഞു തീർക്കാൻ പറ്റുന്നത് നേരിട്ട് വന്ന് പറഞ്ഞു തീർക്കണമെന്നും സോഷ്യൽ മീഡിയയിലൂടെ അല്ല ഒരാളെ ആക്രമിക്കേണ്ടത് എന്നും സോഷ്യൽ മീഡിയയിലൂടെ അല്ല ഞാൻ നിങ്ങൾക്ക് തന്ന 10 രൂപ മടക്കി ചോദിക്കേണ്ടത്. എനിക്ക് 10 രൂപ തരാനുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് ചോദിക്കും. ആ കാശ് തന്നില്ലല്ലോ എന്ന് ചോദിച്ചാൽ മതി. അപ്പം തന്നെ വീട്ടിൽ ചെന്ന് അങ്ങനെ ചോദിച്ചാൽ പൈസ കിട്ടുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇത് തീർക്കാനായിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ വിളിച്ച് വരുത്തിയിട്ട് അവനോട് പറഞ്ഞത്. ഏവനോട്? ഹരീഷ് കണാരനോട്. അവൻ അനുസരിച്ചില്ല. അവനോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല, എന്നാൽ ഇനി അവനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് വേണ്ട എന്നാണ് ബോൾഗാട്ടി ധർമ്മജൻ പറയുന്നത്. ധർമ്മജൻ്റെ രോഷം ഹരീഷ് കണാരനോടാണ്. പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും. ധർമ്മജ, കാശ് പോയവൻ്റെ വിഷമം തനിക്ക് മനസ്സിലാകില്ലായിരിക്കും. കാശ് തനിക്കൊരു പ്രശ്നമല്ലായിരിക്കാം. കാശ് കൊടുക്കാനുള്ളവൻ താങ്കളുടെ സുഹൃത്തുമായിരിക്കും. നിങ്ങൾക്ക് ഹരീഷ് കണാരനുമായി എന്തെങ്കിലും അടുപ്പമുണ്ടെങ്കിൽ കടം വാങ്ങിയവനെ വിളിച്ച് കടം വാങ്ങിയവനെന്ന് ഞാൻ പറഞ്ഞല്ലോ, ബാദുഷയെ വിളിച്ച് ആ കാശങ്ങ് കൊടുക്കുക, ഇല്ലെങ്കിൽ ഞാൻ കൊടുക്കാം, അവൻ്റെ വീട് പണി നടക്കുകയല്ലേ എന്ന് പറയണം ധർമ്മജൻ. പകരം ലോക്കൽ ചട്ടമ്പിയെ പോലെ ഞാൻ അവനെ എൻ്റെ വീട്ടിൽ വിളിച്ചു വരുത്തി ഇത് നമ്മൾ പറഞ്ഞു തീർക്കാമെന്ന് പറഞ്ഞതാണ്, അവൻ അനുസരിച്ചില്ല എന്നൊക്കെയുള്ള ഡയലോഗ് താങ്കൾ അടിക്കുന്നതും ഏതോ യൂട്യൂബിൽ ഞാൻ വേറെയും കണ്ടു. യൂട്യൂബിലൂടെ അപമാനിച്ച് കളഞ്ഞത്രേ. ആര്? കടം വാങ്ങിച്ചവൻ തിരിച്ചു കൊടുക്കാത്തത് പറഞ്ഞത് അവനെ അപമാനിച്ചെന്ന്. വാങ്ങിച്ച കടം കൈനീട്ടി വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കണ്ടേ? കടം വാങ്ങിയ പൈസ തന്നില്ല എന്ന് പറഞ്ഞു കളഞ്ഞത്രേ. സുഹൃത്തിനോട് അത്ര ദണ്ണം തോന്നിയെങ്കിൽ ഒരു ഫാമിലി ടൂറിന് ചിലവാക്കുന്ന കാശല്ലേ വരൂ. ധർമ്മജ, ഞാൻ തരാം ആ കാശ്, ഇനി അവനോട് ചോദിക്കണ്ട എന്ന് പറയുന്നതാണ് കയ്യടി കിട്ടാൻ പറ്റിയ ഡയലോഗ്. അത് ധർമ്മജൻ പറയുന്നില്ല. ഹരീഷ് കണാര, അല്ലെങ്കിൽ ഹരീഷ് കണാര, ഇനി മേലാൽ ആ പൈസ ബാദുഷയോട് ചോദിക്കണ്ട കേട്ടോ. ഞാനും ബാദുഷയും കുടുംബങ്ങളുമായി ടൂർ പോകാറുണ്ട്. അതിന് വാരി കളയുന്ന ലക്ഷങ്ങളിലിടാ ഇത്. 20 ലക്ഷം ഞാൻ തന്നേക്കാം എന്ന് ധർമ്മജൻ പറഞ്ഞിരുന്നെങ്കിൽ ധർമ്മജൻ ഒരു കറയറ്റ കോൺഗ്രസ്സുകാരനുമായിരുന്നെ, വലിയ നേതാവും ആയനെ, നല്ല കയ്യടിയും കിട്ടിയനെ. കടം വാങ്ങിയിട്ട് കൊടുക്കാത്തവനും ന്യായം ഒരു പക്ഷം പിടിച്ച് പറയുന്ന ധർമ്മജനും യൂട്യൂബിൽ കയറി യഥേഷ്ടം കണാരനെ അല്ലെങ്കിൽ ഹരീഷ് കണാരനെ കളിയാക്കാം, വധിക്കാം. കാശുപോയ ഹരീഷ് കണാരൻ ആ കഥ പറയാൻ പാടില്ല. അതെന്ത് നീതി, അതെന്ത് ധർമ്മം എന്നാണ് എനിക്ക് ധർമ്മജനോട് ചോദിക്കാനുള്ളത്. കടം കൊടുത്തിട്ട് തന്നില്ലേൽ നേരിട്ട് വന്ന് പറയണത്രേ. എൻ്റെ നിന്ന് വാങ്ങിച്ച പൈസ തന്നില്ലല്ലോ എന്ന് അയാളെ ബാദുഷാരെ വീട്ടിൽ ചെന്ന് പറയണമെന്ന് ഹരീഷ് കണാരെ, അല്ലാതെ യൂട്യൂബിൽ പറയില്ലെന്നാണ് പറയണേ. ആരോട് പറയണമെന്ന് ധർമ്മജൻ പറയുന്നില്ല. ധർമ്മജനോടാണോ പറയേണ്ടത് എന്നെനിക്കറിയില്ല. സോഷ്യൽ മീഡിയയിലൂടെ അല്ല ആക്രമിക്കേണ്ടത് എന്നാണ് പറയുന്നത്. ഹരീഷ് കണാരൻ ഒരിടത്തും സോഷ്യൽ മീഡിയയിലൂടെ ഇയാൾ ആക്രമിച്ചിട്ടില്ല. എന്നാൽ ബാദുഷ പറഞ്ഞ മറുപടികളിൽ ആക്രമണം ഉണ്ടായിരുന്നു. അതിനേക്കാൾ ബോറാണ് ധർമ്മജ നിങ്ങൾ പറയുന്നതിൽ നല്ലൊരു ആക്രമണം മനയുണ്ട്. ഞാൻ നിങ്ങൾക്ക് 10 രൂപ തരാനുണ്ടെങ്കിൽ വീട്ടിൽ വന്ന് ചോദിക്കണമെന്ന് പറയുന്നത് എന്ത് ന്യായം ധർമ്മജ? നിനക്ക് 10 രൂപ തന്നിട്ട് നീ പറഞ്ഞ സമയത്ത് തിരിച്ചു തരാതിരുന്നാൽ നിന്റെ വീട്ടിൽ വന്ന് ഞാൻ ചോദിക്കണമെന്ന് പറയുന്നത് കടന്ന കൈയായിപ്പോയി. അല്ലാതെ
കടം വാങ്ങിയാൽ മാന്യനാണെങ്കിൽ തിരിച്ചു കൊടുക്കണം എന്നല്ലേ ധർമ്മജൻ സാറ് പറയേണ്ടത്. പക്ഷെ അത് പറയുന്നില്ല. അപ്പോൾ അതാണ് ധർമ്മജൻ്റെ നിലപാട്. ബാദുഷായെ നോവിച്ചത് ധർമ്മജന് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഹരീഷുമായിട്ടുള്ള സർവ്വ കമ്പനിയും ഉപേക്ഷിക്കുകയാണ് എന്നാണ് ധർമ്മജൻ പറയുന്നത്. ചിലപ്പോൾ ധർമ്മജൻ ചിലപ്പം നമ്മുടെ ഹരീഷിനെക്കാട്ടിലും കൂടുതൽ സൗഹൃദം ബാദുഷായുമായിട്ടായിരിക്കാം. അവർ ചിലപ്പോൾ ബിസിനസ് ഫ്രണ്ട്സ് ആയിരിക്കാം, നമുക്കറിഞ്ഞുകൂടാ അതിനെക്കുറിച്ച്. പിന്നെ ഒരു കാര്യം, ഈ ബാദുഷ പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്നു എല്ലാ വീഡിയോക്കകത്തും ഞാൻ ജോലി ചെയ്തതിന് എനിക്ക് ഇതുവരെ ഒരു പൈസ പോലും തന്നിട്ടില്ല എന്നുള്ളത്. ഈ ബാദുഷയുടെ പരിപാടി എന്തുവാന്നുള്ളത് ഈ ദിനേശ് ഏട്ടൻ്റെ തന്നെ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതായത് ഒരു ആർട്ടിസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് പുള്ളി ഡേറ്റ് മേടിക്കും, അല്ലെങ്കിൽ അയാളായിരിക്കും മാനേജ് ചെയ്യുന്നത്. ഇപ്പോൾ ആ ആർട്ടിസ്റ്റ് 50,000 രൂപയാണ് ശമ്പളം മേടിക്കുന്നതെങ്കിൽ ഇദ്ദേഹം 60,000 70,000 കൊടുക്കും. എന്നിട്ട് ഇദ്ദേഹം എന്തെടുക്കും, 1.5 ലക്ഷം രൂപയ്ക്കായിരിക്കും പ്രൊഡ്യൂസർക്ക് ഇത് കൊടുക്കുന്നത്. അതായത് 75,000 അല്ലെ 50,000 രൂപ സാലറി മേടിക്കുന്ന ഒരാൾക്ക് ഇദ്ദേഹം പ്രൊഡ്യൂസറിൻ്റെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപ വെച്ച് സാലറി മേടിക്കുകയും ഈ ആർട്ടിസ്റ്റിന് 50,000 രൂപ കൊടുക്കുകയും ഇയാൾ 50,000 രൂപ വെച്ച് എടുക്കുകയും ചെയ്യുമായിരുന്നു. അപ്പം എത്ര രൂപ ആയിരിക്കും ഇയാൾ ഒരേ സമയം 3 പേരുടെ 4 പേരുടെയൊക്കെയാണ് മാനേജ് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ എത്ര രൂപ ആയിരിക്കും ഇദ്ദേഹത്തിന് ഒരു മാസം മറിയുന്ന പൈസ? അതൊന്ന് കണക്കൂടി നോക്കിയാൽ നിങ്ങൾ. പതിയെ പതിയെ ബാദുഷയുടെ കൈകളിലായി മലയാള സിനിമ. മമ്മൂട്ടിയുടെ മുന്നിൽ പോലും തലയിൽ കണ്ണട വെച്ച് കൂളിംഗ് ഗ്ലാസും വെച്ചുകൊണ്ട് നടക്കാനാകുന്ന വിധത്തിൽ ബാദുഷ വളർന്നു. അങ്ങനെയൊന്നും ഒരുമാതിരിപ്പെട്ടവരൊന്നും മമ്മൂട്ടിയുടെ മുമ്പ് തലയിൽ കണ്ണടയും വെച്ച് നടക്കില്ല. അതുപോലും വച്ച് നടക്കാൻ പേടിയില്ലാത്ത തരത്തിൽ ബാദുഷ വളർന്നു. ഒരേ സമയം 10-12 സിനിമകൾ അയാളുടെ കയ്യിലായി. എല്ലായിടത്തും ഓരോ എക്സിക്യൂട്ടീവിനെയും കുറേ മാനേജർമാരെയും വെച്ച് അയാൾ സിനിമകൾ ചെയ്തു. അയാൾ ഒന്നും പോകില്ല, ഒരു ഹോട്ടലിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കും. അവിടെ നിന്നുകൊണ്ട് ഫോണിൽ കൂടെയാണ് അദ്ദേഹം കൺട്രോൾ ചെയ്യുന്നത്. അയാളുടെ വലയിൽ വീണവർക്കൊക്കെ 8-10 പടങ്ങളും വാങ്ങിയിരുന്നതിൻ്റെ ശമ്പളം ഇരട്ടിയും വാങ്ങിക്കൊടുത്തു. ഒരേ സമയം 7-8 പടങ്ങളിലും. ചേട്ടാ 8 മുതൽ 12 വരെ മറ്റേവൻ്റെ പടത്തിൽ പോകട്ടോ, ഞാനാണ് കൺട്രോളർ. 13 മുതൽ ഒരു 18 വരെ ഇവൻ്റെ പടത്തിൽ പോകും. ഇങ്ങനെ ഓരോരുത്തരുടെ പടത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഇയാൾക്ക് പ്രിയപ്പെട്ട നടനോ നടിയോ ആണെങ്കിൽ അവർക്ക് വർഷം ഒരു 10, 15, 20 പടം കിട്ടുമായിരുന്നു. വാങ്ങിക്കുന്നത് ഇപ്പോൾ ഒരു ദിവസം പോയി ചെയ്താൽ ഒരു 20,000 രൂപ കിട്ടുമെങ്കിൽ ഇയാൾ 40,000 വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. ആ 40,000-ന് പിന്നെയാണ് ഞാൻ അറിയുന്നത് അതിനൊരു രഹസ്യമുണ്ടെന്ന്. ഇയാളെ മാത്രം കരുതി ഒരാൾ ഒരു സമയം ഒരു സിനിമ മാത്രം വർക്ക് ചെയ്താൽ മതി എന്ന നിയമം വന്നു ഫെഫ്കയിൽ. ബാദുഷയെ കൊണ്ട് ഒരുപാട് പരാതിയായി, ഒരുപാട് ജോലിയില്ലാതായി ഒരുപാട് എക്സിക്യൂട്ടീവ്മാർക്ക്. അവർ പരാതി കൊടുത്തു. ഇയാൾ ഒരേ സമയം 10-15 പടം ചെയ്താൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? അങ്ങനെ ഫെഫ്ക ഒരു തീരുമാനം എടുത്തു. ഒരേ സമയം ഒരു സിനിമയിൽ കൂടുതൽ ഈ തലപ്പത്തിരിക്കുന്ന ആരും ചെയ്യാൻ പാടില്ല. ഒരു മേക്കപ്പ് മാൻ ഒരു പടയെ ചെയ്യാവൂ, ഒരു ഹെയർ ഡ്രസ്സർ ഒരു പടയെ ചെയ്യാവൂ, ഒരു കോസ്റ്റ്യൂമർ ഒരു പടയെ ചെയ്യാവൂ. അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നു. അതിനെ മറികടക്കാനായിട്ട് ഡോക്ടർ ബാദുഷ ഈ കൺട്രോളർ എന്നുള്ളത് വിട്ട് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായി മാറി. എൻ്റെ പേരിൽ മാത്രം പോരായെങ്കിൽ ഭാര്യയുടെ പേരിലും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ട്. അപ്പോൾ ഭാര്യ വർക്ക് ചെയ്യുന്ന എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായി വർക്ക് ചെയ്യുന്ന സെറ്റിൽ ബാദുഷയോട് പോകാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല. ബാദുഷ അങ്ങനെ കളിച്ചു. ക്രമേണ അയാൾ നിർമ്മാതാവായി മാറി. ഞൊടിയിടയിലാണ് ബാദുഷ കോടീശ്വരനായി മാറിയത്. പ്രോപ്പർ വേയിലെ പൈസ അല്ല, അത് ഞാൻ തുറന്നു പറയും. കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊണ്ടല്ല പുള്ളി പ്രൊഡ്യൂസറായത്. ഒരു പടത്തിൽ അഭിനയിക്കണമെങ്കിൽ 3,500 രൂപയോ 6,000 രൂപയോ എന്തോ അടച്ച് രജിസ്റ്റർ ചെയ്യണം. അയാൾക്കൊരു ചാനലുണ്ടായിരുന്നു, സിനിമ എന്നൊക്കെ പറഞ്ഞെന്തോ. ആ യൂട്യൂബ് ചാനലിൽ 6,000 രൂപ അടച്ച് അങ്ങ് രജിസ്റ്റർ ചെയ്യണം. അത് 3,500 അല്ലെങ്കിൽ 2,500 എന്തോ ആവട്ടെ, ആയിരങ്ങളാണ് അടയ്ക്കേണ്ടത്. അപ്പോൾ ഒരു പുതിയ പടത്തിൽ അഭിനയിക്കാനായിട്ട് പരസ്യം അതിൽ വരും. മാറ്റിനി എന്നാണ് എൻ്റെ പേര്. മാറ്റിനിയിൽ അതിൻ്റെ പരസ്യം വരുമ്പോൾ ചുരുങ്ങിയതൊരു 1000 പേർ രജിസ്റ്റർ ചെയ്താൽ എത്ര ലക്ഷം രൂപ മാറ്റിനിയുടെ പെട്ടിയിൽ അല്ലെങ്കിൽ ബാദുഷയുടെ മിന്തിയിൽ വീഴുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിർമ്മാതാവിന് ഇതിൽ നിന്ന് 5-ന്റെ പൈസ കിട്ടില്ല. കാരണം അത് ബാദുഷയുടെ മാറ്റിനിയിലല്ലേ പറഞ്ഞത്, അയാളുടെ ചാനലല്ലേ, അയാൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യും. അപ്പോൾ ഈ സംവിധായകൻ എന്നൊക്കെ പറഞ്ഞ കുരങ്ങൻ എന്ത് ജോലിയെന്ന് എനിക്കറിയില്ല. ആരെയൊക്കെ അഭിനയിപ്പിക്കണമെന്ന് ബാദുഷ തീരുമാനിക്കും ഈ പരസ്യം കണ്ട് വരുന്നവരിൽ നിന്ന്. പക്ഷേ അതിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ 1000 കൊടുക്കണം. തൻ്റെ കൈപ്പിടിയിൽ വീണവരുടെയൊക്കെ റേറ്റ് അങ്ങ് പുള്ളി കൂട്ടി. ദിവസ ശമ്പളമാണല്ലോ ഇവർക്കൊക്കെ. ഇപ്പോൾ ഈ സ്വഭാവ വേഷങ്ങൾ ചെയ്യുന്നവർക്കൊക്കെ ഇപ്പോൾ ഒരു പടത്തിനല്ലല്ലോ ദിവസ ശമ്പളം. 5 ദിവസം വരെ എത്ര രൂപയാണ്, 10 ദിവസം വരെ എത്ര വേണം, അങ്ങനെയാണല്ലോ ഇപ്പോൾ. 10 ദിവസത്തേക്ക് 20 ലക്ഷം രൂപ വിലയിടുമെന്ന് വെച്ചുള്ളൂ ബാദുഷ. ഇയാളല്ലേ കൺട്രോളറും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറും ഒക്കെ ഇയാളാണല്ലോ. അപ്പോൾ അയാൾ നിശ്ചയിക്കും, ഈ കോലപ്പന് ഒരു ദിവസം 2 ലക്ഷം രൂപ വെച്ച് നമുക്ക് 10 ദിവസത്തേക്ക് വിളിക്കാം, 20 ലക്ഷം രൂപ കൊടുത്താൽ മതി, ലാഭമാണ് എന്ന് പറയും. 10 ദിവസത്തേക്ക് 50,000 വെച്ച് വാങ്ങിച്ചവരെ എനിക്കറിയാം. 10 ദിവസത്തേക്ക് ഒരു ദിവസം 50,000 രൂപ വെച്ച്, ഒരു എന്താ പറയുക 50,000 രൂപ വെച്ചെന്ന് പറഞ്ഞ് വാങ്ങിക്കുന്നവർ ഒരു വിഭാഗമുണ്ട്. 50,000 കിട്ടാൻ യോഗ്യത ഇല്ലാത്തവർക്ക് 1 ലക്ഷം വെച്ചോ 1.5 ലക്ഷം വെച്ചോ കൊടുത്താലും ഒന്നും ചെയ്യാതെ ലക്ഷങ്ങൾ മറിയും ഈ ഇനത്തിൽ. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ദിവസം 50,000 രൂപ ശമ്പളം എന്ന് വെച്ചോളൂ. അങ്ങനെ 50,000 രൂപ വെച്ച് ബാദുക്ക വിളിച്ച് സംസാരിക്കും.
ഡേയ് നീ ഇപ്പം എത്ര വാങ്ങിക്കണേ? ഞാൻ 50 ചോദിക്കും. 50 ചോദിച്ചാൽ നമ്മൾ 40 30 ആയിരിക്കുമല്ലോ കൊടുക്കണേ. നിനക്ക് 75,000 വെച്ച് തരാം, അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ വെച്ച് തരാം. അങ്ങനെ കേൾക്കുമ്പോൾ ഏത് നടീനടന്മാരായാലും തുള്ളിച്ചാടും ഇല്ലേ? ഉടനെ തങ്ങൾ ചട്ടിയിലാകുമെന്ന് ഈ മണ്ട ശിരോമണികൾക്ക് ചിന്തിച്ചതേയില്ല. ബാദുഷയെ അങ്ങ് അന്ധമായി വിശ്വസിച്ചു. നിനക്ക് ദിവസം 1 ലക്ഷം ശമ്പളം അല്ലേ? ആ ശാന്തിവിള ദിനേശനെ വിളിക്ക്, ഒരു നാളേക്ക് 10,000 രൂപ വെച്ച് കൊടുത്താലും ലാഭമാണ്. 1 ലക്ഷം നിനക്ക് പറഞ്ഞാൽ 10,000 രൂപ ദിനേശന് കൊടുത്താൽ പോലെ. സ്റ്റാർ ഹോട്ടൽ കൊടുക്കണ്ട, ഫ്ലാറ്റ് ആയാലും മതി, മദ്യം വാങ്ങി കൊടുക്കണ്ട, ഒരു കോഴി നിർത്തിപ്പിടിച്ചതും കിടത്തി ഒലത്തിയതും ഒന്നും കൊടുക്കണ്ട, തിരുവനന്തപുരത്ത് നിന്ന് കാർ പിടിച്ച് വരില്ല, ട്രെയിൻ ടിക്കറ്റ് മതി. ഇങ്ങനെ പല ദിനേശുമാർ ഇറങ്ങിയപ്പോഴാണ് അപകടം ചില നടീനടന്മാർക്ക് മനസ്സിലായത്. ഇതുപോലുള്ള ആളുകളായി ബാദുഷ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങിയത്. ബാദുക്ക 8 പടത്തിന് തരാനുള്ള കാശെടുത്ത് മറിച്ചത് നമുക്ക് ചോദിക്കാം. കടം വാങ്ങിയ പണം ചോദിക്കാം. കാര്യങ്ങൾ കൈവിട്ടു പോയി. കാരണം ഇങ്ങനെ കുറേ കാശ് ബാദുക്കയുടെ കയ്യിലായി പലരുടെയും. ബാദുഷ നിർമ്മിച്ച ഇപ്പോൾ റിലീസ് ചെയ്യാനുള്ള റേച്ചലിലാണ് മലയാള സിനിമയിലെ പല നടീനടന്മാരുടെയും ടെക്നീഷ്യന്മാരുടെയും നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ അതിശയോക്തിയില്ല. ഈ പടം ഓടിയാൽ വാങ്ങിയവരുടെയൊക്കെ കടം തീർത്തെടുക്കാനാവും ബാദുഷയ്ക്ക്. റേച്ചൽ വീണാൽ ബാദുഷ എന്ന സിനിമാക്കാരൻ്റെ നിലനിൽപ്പ് അവതാളത്തിലും ആകാം എന്നാണ് മുൻകൂട്ടി തന്നെ ഞാൻ പറയുന്നത്. അപ്പോൾ ബാദിഷയുടെ രീതി സിനിമയിൽ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അദ്ദേഹത്തിന് സിനിമയിൽ അത്ര ഹോൾഡ് ഉണ്ട്, അതുമല്ല അത്ര സിനിമകൾ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഏത് ആർട്ടിസ്റ്റിൻ്റെയും ഡേറ്റ് മേടിക്കാം. ഇതിനകത്ത് പറയുന്ന കേട്ടില്ലേ 10 പേരുടെയൊക്കെ ഡേറ്റ് ആണെന്ന്. അപ്പോൾ എത്ര രൂപ ആയിരിക്കും ഇദ്ദേഹം ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും അതൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യം. എന്നിരുന്നാലും ഈ കടമായിട്ട് മേടിച്ച കാശാണെങ്കിൽ അതെന്തായാലും തിരിച്ചു കൊടുക്കണം. അതല്ല നിങ്ങൾ ശമ്പളമായിട്ടാണ് അത് കണക്ക് കൂട്ടിയേക്കുന്നതെങ്കിൽ അത് പറഞ്ഞ് ഒത്തീർപ്പാക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്തായിരുന്നാലും ഈ ധർമ്മജൻ്റെ രോഷവും ബാദിഷയുടെ സിനിമയിലെ രീതികളും ഒക്കെ കണ്ടപ്പോൾ നിങ്ങളോട്ടൊന്ന് പങ്കുവെക്കാം എന്ന് കരുതി. ഇങ്ങനെയൊക്കെയാണ് സംഭവത്തിൻ്റെ കിടപ്പ് എന്നുള്ളത്. അങ്ങനെ ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ അവസാനം വരെ കണ്ടവർക്ക് എല്ലാവർക്കും നന്ദി. അപ്പോൾ നമ്മളെ മാക്സിമം തരാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ വേറൊരു വീഡിയോ വേറൊരു വിശേഷമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും നന്ദി അറിയുന്നു.